ഹോർമിസ് തുറന്നു പിന്നെയും അടച്ചു. അത്രമേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾക്കപ്പുറത്ത് വേറൊരു ചുക്കും ചുണ്ണാമ്പും നടക്കാത്ത വിധം അഭ്യാസങ്ങൾ കാണിക്കുകയാണ് അമേരിക്ക എന്നാണ് ഇറാൻ്റെ പക്ഷം. ഹോർമിസ് കടലിടുക്ക് തുറന്നത് ലെബനനിൽ വെടിനിർത്തിയതുകൊണ്ടുകൂടിയാണ്. ആ ലെബനനിലെ വെടിനിർത്തൽ കഴിഞ്ഞ് അടുത്ത ഘട്ടമായി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ട്രൂത്ത് സോഷ്യലിൽ നിരന്തരം പോസ്റ്റിട്ട് ബോംബിട്ട് കളയും, അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന യാതൊരു നിയന്ത്രണവുമില്ലാത്ത ട്രംപിൻ്റെ ട്രംപത്തരം കണ്ട് ഇറാൻ വീണ്ടും ഈ പറയുന്ന ഹോർമിസ് കടലിടുക്ക് അടച്ചു എന്ന് മാത്രമല്ല, ചില കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ബലപ്രയോഗത്തിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചവർക്കെതിരെയാണ് വെടിയുതിർത്തതെന്നും അത് ഇന്ത്യൻ കപ്പലായിരുന്നുവെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ആരെങ്കിലും തലയ്ക്ക് വെളിവുള്ളവർ രംഗത്തെത്തി ലോകത്തെ ഈ രണ്ട് വെളിവില്ലാത്തവരിൽ നിന്ന് രക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കുറഞ്ഞപക്ഷം മാർപ്പാപ്പ പ്രാർത്ഥിച്ചെങ്കിലും ഇതിനൊരു മാറ്റമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഹോർമിസ് കടലിടുക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ തുറന്നിരുന്നു. ആ തുറക്കാനുണ്ടായ കാരണം വളരെ കൃത്യമായി ഇറാൻ പറയുകയും ചെയ്തു. ലെബനനിൽ വെടിനിർത്തലുണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് കൂടി ആശ്വാസമുണ്ടാകുന്ന നടപടി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. ലോകം വളരെ ആശ്വാസത്തോടെയാണ് ആ തീരുമാനത്തെ കണ്ടത്. കാരണം ലോകം മുഴുവൻ വീർപ്പ് മുട്ടുകയാണ്. ഒരുപാട് വസ്തുക്കളുടെ വിലക്കയറ്റവും അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിൻ്റെയും ഒക്കെ സംഗതികളെ സംബന്ധിച്ചും ഇന്ധനത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ ആശങ്ക ലോകത്താകെ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷയുടെ ഹോർമിസ് കടലിടുക്ക് തുറന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് തുറന്നു കിടന്ന ഒരു കടലിടുക്കാണ്. ഇപ്പോഴിത് തുറക്കുന്നത് കാത്ത് ലോകമിരിക്കുന്നു. അത് അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും കാരണമായി മാറുന്ന രണ്ട് കാഞ്ഞ വിത്തുകളാണ് ലോകത്തുള്ളത്. ഒന്ന് ട്രംപാണ്, രണ്ട് നമ്മുടെ നെതന്യാഹുവാണ്. ഇവർ രണ്ടുപേരും കൂടി ഈ ചെയ്ത പ്രവൃത്തിയിലാണ് വളരെ സ്വതന്ത്രമായി കിടന്നിരുന്ന ആരും അടയ്ക്കാതിരുന്ന ഒരു ഹോർമിസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നും അടച്ചും ഒക്കെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഏതായാലും ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രംപിൻ്റെ വമ്പത്തരം പോസ്റ്റുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി. അതിനെ തുടർന്നുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം യുറേനിയം അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോകുമെന്നും പിന്നെ എന്ന് മാത്രമല്ല നഷ്ടപരിഹാരം 10 പൈസ കൊടുക്കില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരുമാതിരി കൂലിച്ചട്ടമ്പികളെപ്പോലെ ഒരു രാജ്യത്തിൻ്റെ അധിപൻ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി കേട്ടാണ് ഇറാൻ പ്രതികരിച്ചത്. സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടല്ല ഹോർമിസ് കടലിടുക്ക് തുറക്കുന്നതും അടയ്ക്കുന്നതുമൊക്കെ. അതിൻ്റേതായ നയതന്ത്ര ബന്ധങ്ങളും ഉറപ്പുകളും പാലിക്കപ്പെടണം. അത് പാലിക്കുന്നില്ലെങ്കിൽ അത് വീണ്ടും അടയ്ക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അത് അടയ്ക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഈ രണ്ട് തിന്മയുടെ ശക്തികളും, തിന്മയുടെ ശക്തിയെന്ന് ഞാനല്ല വിളിച്ചത്, മാർപ്പാപ്പയാണ് വിളിച്ചത്. അവർക്ക് ഒന്നെങ്കിൽ അവരുടെ നാശത്തിൽ നിന്ന് ഈ ലോകത്തെ ദൈവം കാത്തുരക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് വെളിവ് കൊടുക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ എന്നും ലോകത്ത് അശാന്തിയും സമാധാനമില്ലായ്മയായിരിക്കും സംഭവിക്കുക. ഏതായാലും ഇറാൻ പറഞ്ഞതുപോലെ ചെയ്തു, വീണ്ടും പറഞ്ഞു, അതും ചെയ്തു.